യൂണിസെൽ മെഷർമെൻറ്റിലെ എക്സാമ്പിൾ 1.1 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഈച്ച് സൈഡ് ഓഫ് എ ക്യൂബ് ഈസ് മെഷേർഡ് ടു ബി 7.203 മീറ്റർ. വാട്ട് ആർ ദ ടോട്ടൽ സർഫസ് ഏരിയ ആൻഡ് ദ വോളിയം ഓഫ് ദ ക്യൂബ് ടു അപ്രോപ്രിയേറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതായത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെച്ചിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊരു ക്യൂബ് തന്നിട്ടുണ്ട്, 7.203 ആണ് അതിൻ്റെ സൈഡ് തന്നിട്ടുണ്ട്. നമുക്കറിയാം എന്ത്, ഒരു ക്യൂബിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആണെന്നുള്ളത് അറിയാം. ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തെന്നുള്ളൂ, ഇനി എങ്ങാനും ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ പറഞ്ഞതാണ്. അതായത് എല്ലാ സൈഡും എന്താണ് ഈക്വലാണ് ഒരു ക്യൂബിൻ്റെ. നമുക്കിവിടെ തന്നിട്ടുള്ളത് 7.203 മീറ്ററാണ് ഒരു സൈഡ് തന്നിട്ടുണ്ട്. നമുക്കറിയാം എന്ത്, ടോട്ടൽ സർഫസ് ഏരിയ. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് നോക്കുക. അതായത് സൈഡിൽ അവർ തന്നിട്ടുള്ള വാല്യൂവിൽ 7.203 നോക്കുമ്പോൾ ഇവിടെ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് ഉള്ളത്. അത് ജസ്റ്റ് ഒന്ന് അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലോട്ട് തന്നെ കിടക്കാം. ടോട്ടൽ സർഫസ് ഏരിയ ഇതാണ് നമ്മളോട് ആദ്യം ചോദിച്ചിട്ടുള്ള സംഭവം. അപ്പോൾ നമുക്കറിയാം എന്ത്, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6 സൈഡ് സ്ക്വയർ ആണെന്ന് അറിയാം. അത് നമ്മൾ കുഞ്ഞുനാളിലൊക്കെ പഠിച്ചിട്ടുള്ള. ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ക്വയർ കിട്ടും. അതായത് ഒരു ഫേസ് എടുക്കുകയാണ്, അപ്പോൾ നമുക്കൊരു സ്ക്വയർ കിട്ടും. സ്ക്വയർ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ രണ്ട് സൈഡും ഈക്വലാണ്, അല്ലെങ്കിൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് എന്നൊക്കെ പറയേണ്ടി വരും. ഇത് സ്ക്വയർ ആയതുകൊണ്ട് രണ്ട് സൈഡ് ഈക്വലാണ്. അതായത് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നതാണ് എൽ സ്ക്വയർ, അതായത് സൈഡ് സ്ക്വയർ ആണ്. ഈ സൈഡ് സ്ക്വയർ ആണ് ഇവിടെ ഞാനിത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ഫേസ് ആയിട്ട് ഒരു ക്യൂബിന് 6 ഫേസ് ഉണ്ട്. ഇതെല്ലാവർക്കും അറിയുന്നതാണല്ലോ, 6 ഫേസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് 6 സൈഡ് സ്ക്വയർ, അതായത് ടോട്ടൽ സർഫസ് ഏരിയ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ അത് എടുക്കുന്നു. ഓക്കെ, ജസ്റ്റ് അതൊക്കെ മെൻഷൻ ചെയ്തെന്നാണ് ഒക്കെ അറിയുന്നതിന് ഏകാരം, എന്നാലും ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 6 എത്ര സൈഡ് എത്രയാണ് തന്നിട്ടുള്ളത്, 7.203 ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ഹോൾ സ്ക്വയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക എത്രയാണെന്ന് വെച്ചാൽ 311.29 ഇങ്ങനെ പോകും. ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ബോർഡ് എക്സാമിൽ പോകുന്നവർക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ എൻട്രൻസ് അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നവർ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം അറിയാലോ എക്സാംസൊക്കെ ടഫായി വരുന്നുണ്ട്. അപ്പോൾ കാൽക്കുലേഷനൊക്കെ നിങ്ങൾ ഫാസ്റ്റായേ തീരും. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇനി എന്തായാലും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് ഇവിടെ നിന്ന് ഇത്ര വരെ പാടുള്ളൂ, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരെ പാടുള്ളൂ. പക്ഷേ ഇവിടെ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് പഠിച്ചിട്ടുണ്ട് എന്ത്, ഈ 2ന് ശേഷം വരുന്നത്, അതായത് 2 ആണ് വേണ്ടത്. ഓക്കെ, പക്ഷേ നമുക്ക് 2 എഴുതാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഈ 9 ആണ് വരുന്നത്. 5ൻ്റെ അപ്പുറത്തോട്ട് വന്നാൽ ഈ 2ന്ന് എന്ത് ചെയ്യണം, +1 ചെയ്യണം, +1 ചെയ്യണം. ഇതിവിടെ ആകെ സോറി ഓക്കെ, ഒന്ന് റെഡി ആക്കട്ടെ. അതായത് ഇവിടെ 9 വന്നതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഭാഗത്ത് +1 കൊടുക്കണം. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടണം, 311.3 എന്ന് കിട്ടും. ഓക്കെ, ഏരിയ ആയതുകൊണ്ട് തന്നെ മീറ്റർ സ്ക്വയർ. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കാരണം ഈ ഒരു ചാപ്റ്ററൊക്കെ പറഞ്ഞാൽ നിങ്ങൾ യൂണിറ്റ് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്തായാലും അതൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. മീറ്റർ സ്ക്വയറൊക്കെ എഴുതാൻ മറക്കരുത്. ഓക്കെ, സോ ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വോളിയമാണ്. അപ്പോൾ വോളിയം ഓഫ് ക്യൂബ്, ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. എന്ത്, മീറ്റർ, അതായത് മീറ്റർ ക്യൂബാണ് ഒരു വോളിയം ഓഫ് ക്യൂബ് എന്ന് പറയുന്നത്. അതായത് സൈഡ് ഇൻറ്റു ഹോൾ ക്യൂബ് എന്നുള്ളത്. അപ്പോൾ സൈഡ് എന്ന് പറയുന്നത് 7.203 മീറ്റർ ഇൻറ്റു ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ വരുന്ന ആൻസർ എന്ന് പറയുന്നത് 373.714 എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ 7നെ പ്ലസ് ചെയ്യുക മൈനസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണം, വേണ്ട. കാരണം എന്താണ്, അതിൻ്റെ അപ്പുറത്തുള്ളത് എന്താണ്, 1 ആണ്. സോ നമുക്കതൊന്നും ചെയ്യണ്ട. നമുക്കിവിടെ ആൻസറായിട്ട് 373.7 എന്ന് കൊടുക്കുക. മീറ്റർ ക്യൂബ് എന്ന് കൊടുക്കണേ, കാരണം വോളിയമാണ്. അപ്പോൾ മീറ്റർ ക്യൂബ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എത്രയുണ്ട, 311.3 മീറ്റർ ക്യൂബ് അല്ല മീറ്റർ സ്ക്വയർ. വോളിയം എന്ന് പറയുന്നത് 373.7 മീറ്റർ ക്യൂബ്. ഓക്കെ, താങ്ക് യു.